ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നമുക്ക് വായിച്ചു നോക്കിയാലോ. പാപിയായ നമ്മെ തള്ളിക്കളയാതെ ദൈവസ്നേഹം മാടി വിളിക്കുന്നു. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഇതെന്താണ് നമുക്ക് നോക്കാം. ദൈവസന്നിധിയിൽ നാം എല്ലാം പാപികളാണെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈശോ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണെന്നുള്ളത് നമുക്കേറ്റവും സന്തോഷകരമായ വാർത്തയാണ്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് സ്വർഗത്തിലും സന്തോഷമുളവാക്കുമെന്നതാണ് ഈശോ പറയുന്നത്. പശ്ചാത്താപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നാം അനുതപിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്നു. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! എത്ര മഹാപാപികളാണെങ്കിലും എൻ്റെ കരുണയുടെ വാതിലിലൂടെ വരാൻ നീ പറയുക. ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമുക്ക് അടുക്കാം. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് മനുഷ്യരോട് അവിടത്തേക്ക് പറയാൻ ഇതുമാത്രമേ ഉള്ളൂ. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. പാപിയായ നമ്മെ തള്ളിക്കളയാതെ ദൈവസ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. അവിടുത്തെ സ്വരം ശ്രവിക്കുക എന്നതാണ് പ്രധാനം. എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പാപത്തിൽ നാം തുടരുമ്പോഴും വീണ്ടും വീണ്ടും നമ്മെ അവിടുന്ന് ക്ഷണിക്കുന്നത് നാം ആരും നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടു മാത്രമാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിനല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പാപത്തിലും മരണത്തിൻ്റെ പിടിയിലും കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് തിരിച്ചു വന്നപ്പോൾ അവരിലുണ്ടായ മാറ്റം വിശുദ്ധരുടെയൊക്കെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാം ഏതു പാപാവസ്ഥയിലിരുന്നാലും ദൈവവുമായി രമ്യതയിലായാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിന് വലിയ ഒരു സാക്ഷ്യമാണ് വിശുദ്ധ അഗസ്റ്റിൻ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. അദ്ദേഹത്തെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വചനമാണ്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് സെന്റ് അഗസ്റ്റിൻ കടന്നു വരാമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ആയിക്കൂടാ? പാപങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നാം ദൈവവുമായി ഐക്യത്തിലാവുന്നു. പിന്നെ നാം പാപത്തിൻ്റെ അടിമയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവിതാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ, മാനസാന്തരപ്പെടുവിൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കം ഇതാണ്. ഈശോയുടെയും സുവിശേഷ പ്രസംഗത്തിൻ്റെയും തുടക്കം ഇതാണ്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന
ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ബലഹീനതകളും കുറവുകളും വൈകല്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. അങ്ങനെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും വൈകല്യങ്ങളിലും നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. ജീവിതം ക്ഷോഭിച്ച കടൽ പോലെയാകുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ചിന്ത നമുക്ക് പ്രതീക്ഷ നൽകുന്നു. പ്രാർത്ഥനയാലും പരിശ്രമത്താലും നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാം. കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ജീവിതത്തിൽ അലയടിച്ച് ഉയരുമ്പോഴും ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഈ വിശ്വാസം നമുക്ക് പ്രത്യാശ നൽകട്ടെ. അലസത ഉപേക്ഷിച്ച് നമുക്ക് പ്രയത്നിക്കാം. ദൈവം നൽകിയ താലന്തുകളെ നമുക്ക് വളർത്തിയെടുക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.